സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു iTutor. ഇറ്റ്സ് മീ അഖിലേഷ്. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം ജനറേറ്റർ, മോട്ടോർ എന്നൊക്കെ പറയുന്ന സമയത്ത് പല കുട്ടികൾക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ ജനറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, മോട്ടോറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് പല ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറയുകയാണ്. വൈകുന്നേരം ഒരു 4:30 മണി, ഒരു 5 മണി റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ലൈവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വേറൊരു മൊബൈൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചിട്ട് പരമാവധി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ രീതിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പരമാവധി ആവശ്യമാണ്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ജനറേറ്ററാണ്. ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രവർത്തന തത്വമാണ്. ജനറേറ്റർ AC ആയാലും DC ആയാലും ഒരേ പ്രവർത്തന തത്വമാണ്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണമാണ് ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? പറഞ്ഞോ. ഒരു കാന്തിക മണ്ഡലത്തിൽ ആര് കറങ്ങുന്നു? ഒരു സോളിനോയിഡ്, അല്ലെങ്കിൽ ഒരു സോളിനോയിഡിനെ അവിടെ വെച്ചിട്ട് കാന്തം എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ ആ ചാലകത്തിന് മുകളിൽ ഒരു EMF ഉണ്ടാകുന്ന പ്രക്രിയയാണെന്ത്? വൈദ്യുത കാന്തിക പ്രേരണം. ഇഫ് ദർ ഇസ് എനി ചേഞ്ച് ഇൻ ദ magnetic flux linked with a coil, what happen? An electricity is induced on the coil or an EMF is induced on the coil. That procedure or that process or that phenomenon is known as electromagnetic induction. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ശരിയല്ലേ? ഈ ഒരു തത്വം ഉപയോഗപ്പെടുത്തിയാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ജനറേറ്റർ നമ്മൾ AC ജനറേറ്റർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിക്കവാറും തരാറുള്ളത് ജനറേറ്ററിൻ്റെ ഘടന തന്നിട്ട് ഇത് ഏത് ജനറേറ്റർ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. തീർച്ചയായിട്ടും ജനറേറ്ററിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് ഫീൽഡ് കാന്തം, അത് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളൊരു കാന്തമായിരിക്കും. എന്നിട്ട് ഇതാണ് ആർമേച്ചർ. ശരിക്കും ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വര മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. കറക്റ്റായിട്ട് ഇതൊരു കോയിലാണ്, ചുറ്റുകളുണ്ടാവും ഇഷ്ടം പോലെ, അത്യാവശ്യം തിക്നെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഭാഗത്ത് നല്ല കട്ടി ഉണ്ടാവും. ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക, നല്ല കട്ടിയുണ്ട് ഈ ഭാഗം, ഇതും നല്ല കട്ടിയുള്ള ഭാഗമായിരിക്കും, ഇവിടെയും ക്രോസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതിൻ്റെ നടുഭാഗം എന്താണ്? നടുഭാഗം എംപ്റ്റി ആണ്. സെൻട്രൽ പോർഷൻ ഈസ് എംപ്റ്റി, ഇറ്റ്സ് എ ഹോളോ വൺ. ഇനി ഈ റിങ്ങുകൾ ആർമേച്ചറിൻ്റെ എൻഡിൽ അഗ്രഭാഗത്തായിട്ട് 2 റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളുടെ ഫിഗർ ഞാൻ തിരിച്ച് വരച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് ഫിഗർ 2 ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് റിങ്ങുകൾ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഈ റിങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ബ്രഷുകളും ഉണ്ടാവും. ഓക്കെ, ഈ 2 ബ്രഷുകൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ബ്രഷുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവരെ ഒരു ഗാൽവനോമീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ജനറേറ്റർ. ഇത് റിങ് R1 എന്നും ഇത് റിങ് R2 എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് ബ്രഷ് B1 ഇത് ബ്രഷ് B2 ആണ്. ദ ബ്രഷസ് ആർ മേഡപ്പ് ഓഫ് ഗ്രാഫൈറ്റ്. ബ്രഷിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിങ്ങുകൾ എന്ന് പറയുന്നത് ഇത് ഫുൾ റിംഗ് ആണ്. ഞാൻ പിന്നെയും പറയുന്നത് ഇവിടെ വിളിക്കുന്ന പേര് സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ് കേട്ടോ. ഫുൾ റിംഗ് ആണ്, സ്ലിപ്പ് റിംഗ് എന്നാണ് വിളിക്കുക. ഇത് ഒരു ലോഹഭാഗമാണ്, മെറ്റലാണ്. ഇഫ് 2 metals are rubbed together, what happen? A huge amount of heat will be generated. There is a chance for spark and fire. അപ്പോൾ നമ്മൾ ആ ഫയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 2 ലോഹഭാഗങ്ങൾ കൂട്ടി ഉരസുന്ന സമയത്ത് വരുന്നുണ്ടല്ലോ, കൂട്ടി ഉരസുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കും? അവിടെ ചൂട് കൂടി കത്തിപ്പോണ ചാൻസ് ഉണ്ട്. അതില്ലാതെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താക്കിയിട്ടുണ്ട്? ഒരു അലോഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലോഹവും ലോഹവുമാണ്, മെറ്റലും നോൺ മെറ്റലുമാണ്. ഇവർ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറയും, ഫ്രിക്ഷൻ കുറയും. ആൻഡ് ദ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓൾസോ. നല്ലൊരു കണ്ടക്ടറാണ്, നല്ലൊരു ചാലകമാണ്, നല്ല രീതിയിൽ വൈദ്യുതിയെ കടത്തിവിടുന്നൊരു മെറ്റീരിയലാണ് ആര്? ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ്സ് എൻ അലോയ്, ഇറ്റ്സ് എ നോൺ മെറ്റൽ ഓൾസോ. അപ്പം ഇനി നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, ഈ ആർമേച്ചർ കോയിൽ കറങ്ങുന്ന സമയത്ത് റിങ്ങുകൾ എന്താവും? കറങ്ങും. ഈ റിങ് R1 ഇങ്ങനെയാണ് കറങ്ങുക, കണ്ടോ? റിങ് R1 കറങ്ങുമ്പം ഈ റിങ്ങിന് B2 ടച്ച് ചെയ്യാൻ പറ്റൂല. അതേപോലെ റിങ് R2 കറങ്ങുന്ന സമയത്ത് B1 ടച്ച് ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു റിങ്ങിന് ഒരു ബ്രഷിനെ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എവറി complete rotation of the armature coil in a magnetic field induce electricity. ഈ കാന്തിക മണ്ഡലത്തിൽ ആർമേച്ചർ കോയിൽ കറങ്ങുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു? വൈദ്യുതി ഉണ്ടാവുന്നു. ആ വൈദ്യുതി നേരെ എങ്ങോട്ടേക്ക് വരും? R1ലേക്കും R2ലേക്കും വരും. ഓക്കെ, സോ R1 ഗീവ് ഇലക്ട്രിസിറ്റി ടു B1. സോ B1ലൂടെ ഇങ്ങനെ ഔട്ട്പുട്ടിലേക്ക് ആര് വന്നു? കറണ്ട് വന്നു. And the very next moment R2 will supply electricity into B2. അപ്പോൾ ഇങ്ങനെ കറണ്ട് വന്നു. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വി ഗെറ്റ് എ 2 ഡയറക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലേ? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ പുറത്തേക്ക് ഔട്ട്പുട്ട് പോകുന്ന സമയത്ത് 2 ഡയറക്ഷനുള്ള കറണ്ടാണ് വരിക. ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും. ചുരുക്കി പറഞ്ഞാൽ മുകളിലേക്കും താഴോട്ടേക്കും ഏത് രീതിയിൽ പറയുകയാണെങ്കിലും ഇറ്റ് ഹാസ് 2 ഡയറക്ഷൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റിങ്ങുകളുടെ ഈ പൊസിഷൻ, ഒരു റിങ് മുകളിലും ഒരു റിങ് താഴെയാണെങ്കിൽ അത് ഏത് ജനറേറ്ററാണ്? ഇറ്റ്സ് എൻ AC ജനറേറ്റർ. ക്ലിയർ ആണോ? ഇനി DC പഠിക്കുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനല്ല, ഈ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. AC-ൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒറ്റ കാര്യം ഇവിടെ നമുക്ക് പറയാനുണ്ട്. സംഭവത്തിലേ ഉള്ളൂ. ഈ ആർമേച്ചർ കോയിൽ എങ്ങനെയാണ് കറങ്ങുന്നത്? ദ ആർമേച്ചർ കോയിൽ ഈസ് കണക്റ്റഡ് വിത്ത് എ ടെർബൈൻ. ഒരു ടെർബൈൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, വലിയ ഡാമിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തൂലേ? ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഈ വെള്ളം നേരെ പെൻസ്റ്റോക്ക് പൈപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങോട്ടേക്ക് വരിക ചെയ്യുക? നമ്മുടെ ഈ ഒരു ഡൈനാമിലേക്ക് വരും. അപ്പോൾ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകിയിട്ട് ഈ ഡൈനാമോയിലേക്ക് എത്തും. അപ്പോൾ ഈ ഡൈനാമോ കറങ്ങുമ്പോൾ ആര് കറങ്ങുക? ആർമേച്ചർ കോയിൽ കറങ്ങുക. ആർമേച്ചർ കോയിൽ എവിടെയാണ് കറങ്ങുന്നത്? ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പം ഡ്യൂ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രിസിറ്റി വിൽ ബി ഇൻഡ്യൂസ് ആൻഡ് സെൻഡ് ടു R1 ആൻഡ് R2. ക്ലിയർ? വി ഗെറ്റ് എ 2 ഡയറക്ഷൻ ഇലക്ട്രിസിറ്റി. അത്ര മാത്രം എഴുതി വെച്ചാൽ മതി. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി DC നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, DC ജനറേറ്റർ വരയ്ക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ്. ഇത് വ്യത്യാസം എന്താണ്? ഇത് ഹാഫ് റിങ്സ് ആണ്. എന്താ ഹാഫ് റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു ഫുൾ റിങ്ങിനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പ്ലിറ്റ് റിങ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്പ്ലിറ്റ് റിങ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയാണെങ്കിലും ഇവിടെ പൊസിഷൻ എങ്ങനെയാണ്? സെയിം ആണ്. കണ്ടോ? ഇത് R1ഉം ഇത് R2 ആണ്. ഇത് B1ഉം ഇത് B2 ആണ്. ഇവരിങ്ങനെയൊക്കെ ഇറങ്ങുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 റിങ്ങുകൾക്കും 2 ബ്രഷുകളെയും ടച്ച് ചെയ്യാൻ പറ്റും. R1 is able to contact with B1 and B2, and also R2 is able to contact with B1 and B2. ഇത് പഠിക്കാൻ വേണ്ടി, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ വരയ്ക്കുന്നതൊന്നും അല്ല ശരിക്കും ഇതിൻ്റെ ഘടന. ഇത് ശരിക്കും ഒരു ബ്ലൂ പ്രിൻ്റ് മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കത്തി സിനിമയിലെ ആ ബ്ലൂ പ്രിൻ്റ് വരയ്ക്കൂലേ? എടാ, നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കില്ലേ? വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നു. ആ പ്ലാൻ കാണുമ്പോൾ ആ വീട് ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഒറ്റ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഘടന ജസ്റ്റ് മനസ്സിലാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരേ സമയത്ത് ഒരു റിങ്ങും ഒരു ബ്രഷും മാത്രമേ കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് വെക്കുക. കണ്ടോ? R2ഉം B2ഉം മാത്രമേ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ B1ഉം R1ഉം എന്ത് ചെയ്തിട്ടില്ല? കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാ ഞാൻ ഇങ്ങനെ പറയാം. ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതറിയാലോ, കൈക്ക് പൊള്ളൽ. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ. ഇത് കൈക്ക് ചെറിയൊരു പൊള്ളലേറ്റായിരുന്നു, അതുകൊണ്ട് ഒരു പാട് കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇതാ R2 ആണിത്. ഇതെന്താണ്? R1 ആണ്. ഇപ്പം ഈ R2ഉം B2ഉം ടച്ച് ചെയ്ത് കിടക്കുകയാണ് അല്ലേ? കണ്ടോ? ടച്ച് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പം ഇവിടെ കണ്ടോ? R1ഉം B1 എന്തില്ല? ടച്ച് ചെയ്തിട്ടില്ല. ഇനി ഇവർ കറങ്ങുകയാണ്. കറങ്ങി വരുമ്പം ഈ B2 പോയിട്ട്, B2 അല്ലല്ലേ, R1 പോയിട്ട് ആരെ ടച്ച് ചെയ്യും? B2നെ ടച്ച് ചെയ്യും. കണ്ടോ? R1 പോയിട്ട് B2 ടച്ച് ചെയ്തു. പക്ഷേ കറണ്ട് ഇല്ല. ഫുൾ റൊട്ടേഷൻ ആയാലോ കറണ്ട് ഉണ്ടാവുള്ളൂ. 360 ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരണം. ഫുൾ കറങ്ങി ഇങ്ങനെ ആകുമ്പോഴാണ് എന്ത് വരിക? തിരിച്ചതേ പൊസിഷനിൽ വരുമ്പോഴാണ് എന്ത് വരുന്നത്? അതിൻ്റെ മുകളിൽ കറണ്ട് ഉണ്ടാവുന്നത്. മൈക്കിൻ്റെ വള്ളിയൊക്കെ കുടുങ്ങിപ്പോൾ തല കുത്തി വീകുമല്ലോ. എന്തൊക്കെയായി കഴിഞ്ഞാലും കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇത് വീണ്ടും കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ ആവുമ്പോൾ എന്താവും? കറണ്ട് വരും. അപ്പോൾ R2ൻ്റെ മുകളിലും R1ൻ്റെ മുകളിലും എന്ത് വന്നു? കറണ്ട് വന്നു.
ഇപ്പം R2 ബീറ്റിന് ടച്ച് ചെയ്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ട്. ഈ കറണ്ട് എന്ത് ചെയ്യും? ഈ ബ്രഷിലൂടെ പുറത്തേക്ക് പോകും. മനസ്സിലായല്ലോ? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ രണ്ടാളുമ്പോഴും കറണ്ട് വരുന്നു. അപ്പോൾ ബീറ്റ് കൂടി കറണ്ട് പുറത്തേക്ക് പോയി. നിർത്താണ്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്യല്ലേ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാ അപ്പോൾ അടുത്ത മൊമെൻറ്റിൽ എന്ത് ചെയ്യും? കറങ്ങല്ലേ, കറങ്ങിയിട്ട് നേരെ R1 പോയിട്ട് ആരെ ടച്ച് ചെയ്യും? ബീറ്റിനോട്ട് ഇതാ ഇവൻ വന്നിട്ട് ഇവനെ ടച്ച് ചെയ്യും. അപ്പോൾ വീണ്ടും കറണ്ട് ഇതിൽ തന്നെ വരും, ഇതിൽ തന്നെ വരും. മനസ്സിലാവുണ്ടോ? അങ്ങനെ അപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്. ഇനി ഇങ്ങനെ പോയിട്ട് ഈ R2 പോയിട്ട് B1 ടച്ച് ഇവിടെ ചെയ്യൂലേ, ടച്ച് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ടച്ച് ചെയ്താലും നമ്മുടെ B2ന് കറണ്ട് കൊടുക്കാനില്ല. മനസ്സിലാവുണ്ടോ? സോറി, B1 എന്ത് കൊടുക്കാനില്ല? കറണ്ട് കൊടുക്കാനില്ല ഇവിടെ. കാരണം എന്താ? ഉള്ള കറണ്ട് മൊത്തം ആര് കൊടുത്തു? B2ന് കൊടുത്തുപോയി. ഇവിടെ കൊടുക്കാനില്ല. അപ്പോൾ പാവം B1 എന്ത് കിട്ടൂല? കറണ്ട് കിട്ടൂല. അപ്പോൾ ഈ സൈഡിൽ കൂടി കറണ്ട് വരില്ല. സോ വി ഗെറ്റ് എ സിംഗിൾ ഡയറക്ഷണൽ കറൻറ്റ്. അതാണ് DC മോട്ടോറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്, വൈദ്യുത കാന്തിക പ്രേരണം. അതേപോലെ ഊർജ്ജമാറ്റം പഠിച്ചു വെക്കണം. നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. സോ എനർജി ജനറേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഇവിടെ എനർജി ചേഞ്ച്, എനർജി കൺവേർഷൻ എന്താണ്? ഇറ്റ്സ് എ മെഷീൻ അല്ലേ. മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ DC മോട്ടോർ ഇങ്ങനെ തരും, സോറി DC ജനറേറ്റർ തരും. ഈ DC ജനറേറ്ററിനെ എങ്ങനെ നമുക്ക് DC മോട്ടോറായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നൊരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതെന്താണ്? ഇത് ഗാൽവനോമീറ്റർ ആണ് അല്ലേ. ഈ ഗാൽവനോമീറ്ററിനെ ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്റർ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ബാറ്ററി ആക്കി കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? ഇതൊരു DC മോട്ടോറായിട്ട് മാറി. DC മോട്ടോറിൽ നമ്മൾ ഏത് സപ്ലൈ കൊടുക്കുന്നത്? DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് AC കൊടുത്തൂടാ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണം. ഇവിടെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂട്ടേറ്റർ. എന്താണ് കമ്മ്യൂട്ടേറ്റർ? ഇതിൻ്റെ ധർമ്മം എന്താണ്? കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, മോഡൽ എക്സാമിന്. അപ്പോൾ അതും നമ്മളിപ്പോൾ പറയും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതിനെ കുറിച്ചാണ്, DC മോട്ടറിനെ കുറിച്ചാണ്. പാർട്സസ് ആർ സെയിം. ഫീൽഡ് മാഗ്നറ്റ്സ്, ആർമേച്ചർ കോയിൽ, റിങ്സ്, ബ്രഷുകൾ, പിന്നെ ഒരു DC പവർ സപ്ലൈ കൂടി ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് കറണ്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് കൊടുക്കൂലേ. ആൻഡ് ദ നെയിം ഓഫ് ദ ആർമേച്ചർ കോയിൽ ഈസ് ABCD. ഇങ്ങനെ കറങ്ങി വരുമല്ലോ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പോവുക, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് D, അങ്ങനെ കറണ്ട് വന്നിട്ട് നേരെ എവിടെ എത്തുന്നു? ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ്. മോട്ടോർ തത്വമാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം. ഇവിടെ എനർജി ചേഞ്ച് എന്താണ്? എനർജി നേരെ തിരിയും. നമ്മൾ വൈദ്യുതി കൊടുക്കുന്നുണ്ട് അല്ലേ, വൈദ്യുതി കൊടുത്തിട്ട് എന്താക്കി മാറുന്നു? യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുക ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അതാണ് ഇതിൻ്റെ എനർജി കൺവേർഷൻ. ഇനി ശ്രദ്ധിക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരുള്ളത്? കറൻറ്റ് കാരിയും കണ്ടിട്ടുള്ളത്. നമ്മൾ മോട്ടോർ തത്വം പഠിച്ചു കഴിഞ്ഞു. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തെ ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായി ചലിക്കാൻ കഴിവുള്ളൊരു ചാലകമാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉറപ്പായിട്ടും അതിൻ്റെ മുകളിലൊരു ബലം പ്രേരിതമാവുകയും ആ ഒരു ചാലകം ചലിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചത് അല്ലേ. ഇഫ് യു പ്ലേസ് എ കറൻറ്റ് കാര്യം കണ്ടിട്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സപ്ലൈ ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്, വാട്ട് ഹാപ്പൻ? എ ഫോഴ്സ് ഈസ് ആക്റ്റഡ് ഓൺ ദ ആർമേച്ചർ കോയിൽ ഓർ ദാറ്റ് കോയിൽ ആൻഡ് ഇറ്റ് വിൽ മൂവ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കറണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദെയർ. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്കാണ് കറണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മൾ എന്താ പഠിച്ചത് അല്ലേ? ഞാൻ റൂള് പറയുന്നില്ല, ഇതാണ് നമ്മൾ ഫാദർ മദർ ചൈൽഡ് റൂൾ എന്ന് പഠിച്ചു. ഫാദർ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇത് മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, സി കറൻറ്റാണ് അല്ലേ. അപ്പം ഫോഴ്സ് ബലത്തിൻ്റെ ദിശ, കാന്തിക മണ്ഡലം കറണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുകയാണ്. കാന്തിക മണ്ഡലം എങ്ങോട്ടേക്കാണ്? നോർത്ത് ടു സൗത്ത് നമ്മൾ വെച്ചു, കാന്തിക മണ്ഡലം വെച്ചു. പിന്നെ എങ്ങോട്ടേക്ക്? കറണ്ട് മുകളിലേക്ക്. അപ്പോൾ അതൊന്നും നമുക്ക് വെക്കണം, ഇങ്ങനെ വെക്കണം. കണ്ടോ? കാന്തിക മണ്ഡലം
AB ആണോ പറയുന്നത്? കറണ്ട് മുകളിലേക്കല്ലേ, അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഉള്ളോട്ടേക്കാണ് ഫോഴ്സ് ഉള്ളത്, കണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, ഇവിടുന്ന് ഉള്ളോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ AB എന്ന് പറയുന്ന അഗ്രത്തിൽ ഉള്ളോട്ടേക്കാണ് ഫോഴ്സ്, ബോർഡിനുള്ളിലേക്ക് അല്ലേ? ഇനി ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നു, B to Cയിലേക്കാണ് കറണ്ട് വരുന്നത്. അപ്പം കാന്തിക മണ്ഡലവും ഇങ്ങോട്ടേക്കാണ്, കറണ്ടും ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം, ചിലപ്പോൾ ചോദിക്കും BC എന്ന് പറയുന്ന അഗ്രത്തിൽ എങ്ങോട്ടേക്കാണ് ബലം ഉളവാകുക. അവിടെ നിങ്ങൾക്ക് എഴുതിയാൽ മതി, ദർ ഈസ് നോ ഫോഴ്സ് ഈസ് ഇൻഡ്യൂസ്ഡ്. അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നില്ല, ബലം ഉളവാക്കില്ല. കാരണം ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ ഓർ ആൻറ്റി പാരലൽ, ദർ ഈസ് നോ ഫോഴ്സ് ഈസ് ഇൻഡ്യൂസ്ഡ്. ഇത് പാരലാണ് അല്ലേ? അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആയാലും ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും വൈദ്യുത ദിശയും സമാന്തരമായിട്ടാണ് എങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ബലം ഉളവാക്കില്ല. അതുകൊണ്ട് BCയിൽ എന്തുണ്ടാവുന്നില്ല? കറണ്ട് ഉണ്ടാവുന്നില്ല. ക്ലിയർ ആണോ? ഇനി CD എന്ന് പറയുന്ന അഗ്രം നോക്കണം, രണ്ട് അഗ്രം നോക്കണം. ABയിൽ ഉള്ളോട്ടേക്കാണ്. ഇനി CD-യിലേക്കാണെങ്കിലോ, CD-യിൽ നമ്മൾ കാന്തിക മണ്ഡലം വെച്ചു, കറക്റ്റ് അങ്ങോട്ടേക്കാണ് അല്ലേ? കാന്തിക മണ്ഡലം അങ്ങോട്ടേക്കാണ് വെച്ചു, കറക്റ്റാണ്. കറണ്ട് താഴോട്ടേക്കല്ല കേട്ടോ, CD കറണ്ട് താഴോട്ടേക്കല്ലേ? അപ്പോൾ ബലം എങ്ങോട്ടേക്കാണ്? പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പുറത്തേക്കൊരു ബലം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ അർമേച്ചർ കോയിലാണെങ്കിൽ എൻ്റെ ഈ സൈഡിൽ അങ്ങോട്ടേക്ക് ഒരു പിടിവലി, ഈ സൈഡിൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങൂലേ? കറങ്ങി ഇങ്ങനെ നിൽക്കൂലേ അല്ലേ? ഒറ്റ കറങ്ങിൽ ഇങ്ങനെ കറങ്ങി നിൽക്കൂലേ? സോ ഹാഫ് റൊട്ടേഷൻ അല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഈ D ഇവിടെ എത്തും അല്ലേ? D ഇവിടെ എത്തും, A എവിടെ എത്തും? A അവിടെ എത്തും. ഇവിടെ Bയും ഇവിടെ Cയും ആയിട്ട് മാറും. ഈ റിങ്ങുകളുടെ പൊസിഷനും മാറും. റിങ് ഇവിടെ R1ഉം ഇവിടെ R2 എത്തും. ആർമേച്ചർ കോയിൽ കറങ്ങുമ്പോൾ റിങ്ങുകളും കറങ്ങുമല്ലോ. ഇനി എന്താണ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണിത്. ഇവിടെ നോക്കുന്ന സമയത്ത് നേരത്തെ ഉള്ളപ്പോഴല്ല, നേരത്തെ താഴോട്ടേക്കായിരുന്നു കറണ്ട്, CD-യിൽ താഴോട്ടേക്കായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് Dയിൽ നിന്ന് Cയിലേക്കും Bയിൽ നിന്ന് Aയിലേക്കും ആയിരുന്നു കറണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നോ? അല്ല, നേരത്തെ എങ്ങനെയായിരുന്നു? ഇത് AB CD ഇങ്ങനെയല്ലേ? അപ്പോൾ കറണ്ട് ഇങ്ങനെയല്ലേ പോയത്? അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്കായിരുന്നു കറണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? Bയിൽ നിന്ന് Aയിലേക്കായി തിരിഞ്ഞു വന്നു. Cയിൽ നിന്ന് Dയിലേക്കായിരുന്നു കറണ്ട്. പക്ഷേ ഇവിടെ നിന്ന് Dയിൽ നിന്ന് Cയിലേക്കായിട്ട് മാറി. ക്ലിയർ ആണോ? സോ അങ്ങനെ മാറിയെങ്കിലും കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വല്ല ചേഞ്ചും ഉണ്ടോ? കറണ്ട് അങ്ങനെ തന്നെയല്ലേ പോകുന്നത്? കറണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. കാന്തികമണ്ഡലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബലത്തിനൊന്നും ഉണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിക്കും. സോ ദ റിങ്സ് R1 and R2 ആർ നോൺ ആസ് കമ്മ്യൂട്ടേറ്റേഴ്സ്. ദേ ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ കൂടെ കറണ്ടിൻ്റെ ദിശ മാറിയിട്ടുണ്ട് അല്ലേ? അത് മാറണം, അത് മാറിയേ മതിയാവുള്ളൂ. കാരണം തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ AB അപ്പുറത്തതിൻ്റെ മുകളിലേക്ക് കറണ്ട് പോയെന്ന് സംഭവിക്കുക. ഇപ്പോൾ AB ഇവിടെ തന്നെയാണ് വിചാരിക്കും, AB ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ശരിക്കും ഇങ്ങനെയാണ് പോകുന്നത്, പക്ഷേ ഇങ്ങനെയാണ് പോയത്. ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഇവിടെയും പോയെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് മൊത്തം സ്റ്റക്കായി പോവും. അപ്പോൾ ബലം അങ്ങോട്ടേക്കല്ലേ ഉണ്ടാവുക, അപ്പോൾ അവിടെ സ്റ്റക്ക് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ സഹായിക്കുന്ന ആരാണ്? കമ്മ്യൂട്ടേറ്ററാണ്. സോ ഇങ്ങനെ പഠിച്ചാൽ മതി. ഒരു DC മോട്ടോറിൻ്റെ ആർമേച്ചർ കോയിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ മാറ്റുവാൻ സഹായിക്കുന്നത് റിങ്ങുകളാണ് അല്ലേ? അതുകൊണ്ടാണ് ഇവ എന്ത് വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളിവിടെ DC-ക്ക് പകരം AC കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഈ മോട്ടോർ എന്ത് ചെയ്യില്ല? പ്രവർത്തിക്കില്ല. കാരണം ഒരേ സമയത്ത് മുകളിലേക്കും താഴോട്ടേക്കും കറണ്ട് വന്നു വിചാരിക്കും. അപ്പം മുകളിലേക്ക് കറണ്ട് പോകുമ്പം ബലം എങ്ങോട്ടുണ്ടാവും? ബലം ഉള്ളോട്ടേക്ക് ഉണ്ടാവും. നെക്സ്റ്റ് മൊമെൻറ്റിൽ കറണ്ട് താഴോട്ടേക്ക് ഇതിൽ വരില്ല, അപ്പോൾ ബലം താഴോട്ടേക്ക് വരും, അപ്പോൾ ബലം പുറത്തേക്ക് വരും. അപ്പോൾ ഉള്ളോട്ടേക്കും പുറത്തേക്കും ഒരേ സമയത്ത് പിടിവലി വരും. അപ്പോൾ ഈ മോട്ടോർ സ്റ്റക്കായി പോകും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മോട്ടറൊക്കെ ചിലപ്പോൾ അടിച്ചു പോകാറുള്ളത് അല്ലേ? നമ്മുടെ വീട്ടിൽ AC കറണ്ട് ആണല്ലോ. ആ AC കറണ്ടിനെ DC ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ DC ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക? മോട്ടറിന് കൊടുക്കുക. അതിനു വേണ്ടി വലിയൊരു സ്വിച്ച് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് മോട്ടോർ കണക്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണത്, ശരിയല്ലേ? സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണത്. ഓക്കെ, സോ നിങ്ങൾക്ക് AC ജനറേറ്ററും DC ജനറേറ്ററും DC മോട്ടറും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പ് അയച്ച് എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ ധാരാളം കുട്ടികൾ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാൻ പരമാവധി വീഡിയോ ഒക്കെ അയക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, ഒരു 4:30 മണിക്ക് മിക്കവാറും ലൈവ് ഉണ്ടാവും കേട്ടോ.
മഴയല്ലെങ്കിലോ പറ്റുള്ളൂ. മഴ നോക്കാം, എന്തായാലും നമുക്ക് ചെയ്യാൻ പരമാവധി നോക്കാം. നല്ല മഴക്കാറുണ്ട് ഇവിടെ. മഴ ഉണ്ടെങ്കിൽ ഇവിടെ നെറ്റിന് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് സ്ലോ ആയി പോകും, അല്ലെങ്കിൽ കട്ടായി പോകും. നോക്ക്, പരമാവധി നമുക്ക് ചെയ്യാം. സോ താങ്ക് യു, ബൈ.